നമസ്കാരം. അക്ഷയ പേയ്മെൻറ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാധൻ എന്ന പേരിൽ കുമാരി ഷിബുലാൽ SD ഷിബുലാൽ ഇൻഫോസിസിൻ്റെ മുൻ CEO എന്നിവർ ചേർന്ന് സ്ഥാപിച്ച സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ വാഗ്ദാനം ചെയ്യുന്ന ഒരു പാൻ ഇന്ത്യ ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പാണ് വിദ്യാധൻ. 1999 ആരംഭിച്ചതു മുതൽ വിദ്യാധൻ 41,000-ലധികം സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. നിലവിൽ കേരളം, കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, ഒഡീഷ, ന്യൂഡൽഹി, ലഡാക്ക്, ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് 75,000-ഓളം അധികം സ്കോളർഷിപ്പുകൾ ഈ പ്രോഗ്രാമിലുണ്ട്. 10ാം ക്ലാസ്സിൽ A+ മുഴുവൻ നേടിയ വിദ്യാർത്ഥികൾക്കും കേരള സിലബസിൽ A+ നൽകിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ CBSE വിഭാഗത്തിലെ A1 ലഭിച്ചവർക്ക് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മറ്റൊരു ആനുകൂല്യം, വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് SSLCക്കോ CBSE പരീക്ഷകൾക്കോ മുഴുവൻ A ഉണ്ടായിരിക്കുന്നവർക്കും ഈ വിദ്യാധൻ സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്ക് സ്ക്രീനിൽ കാണുന്നുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ദിവസം 30-ാം തീയതിയാണ്. ജൂൺ 30, 2024 അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട രേഖകൾ, ആവശ്യമായ രേഖകൾ: പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റും വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും, സ്വന്തമായൊരു ഇമെയിൽ ID-യും ഫോൺ നമ്പറും കൊടുത്ത് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 2024 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളിലേക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. കൂടാതെ +1-ന് 10ാം ക്ലാസ്സിൽ A+ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും 10,000 രൂപ സ്കോളർഷിപ്പിന് നേടുന്നതും, അവർ പഠനത്തിൽ മികച്ച പ്രകടനം തുടരുകയാണെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ബിരുദ കോഴ്സിന് പ്രതിവർഷം 10,000 രൂപ മുതൽ 60,000 രൂപ വരെ സ്കോളർഷിപ്പ് നൽകുന്നതുമാണ്. ആയതിനാൽ A+ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും 10th സ്റ്റാൻഡേർഡിൽ A+ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും ഈ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു ഉപകാരപ്രദ വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ കണ്ട നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സഹകരിക്കുക. നന്ദി, നമസ്കാരം.